ആസിഫ് അലിയും രമേശ് നാരായണനുമായി ബന്ധപ്പെട്ട വിവാദം, അതിൽ കേരളം ഒന്നടങ്കം മലയാളികൾ എല്ലാവരും ഒരുമിച്ച് ഒറ്റക്കെട്ടായി ആസിഫ് അലിക്കൊപ്പം നിൽക്കുന്ന മനോഹരമായ കാഴ്ചയാണ് നമ്മൾ കാണുന്നത്. എന്തായാലും വ്യാപകമായ വിമർശനം ഇതിനെതിരെ ഉയരുന്നുണ്ട്. രമേശ് നാരായണന്റെ പെരുമാറ്റം പക്വതയില്ലായ്മ എന്ന് ഫിഫ്ക ജനറൽ സെക്രട്ടറി ബി ഉണ്ണികൃഷ്ണൻ. പുരസ്കാരത്തോടും അത് തരുന്ന ആളോടും കലാകാരൻ വിനയാന്വിതനാകണം. ഫിഫ്കയുടെ നിലപാട് രമേശ് നാരായണനെ അറിയിച്ചിട്ടുണ്ട്. ആസിഫിനെ ചേർത്ത് നിർത്തുന്നുവെന്നും ഫിഫ്ക ജനറൽ സെക്രട്ടറി. ഈ വിഷയം ഉയർന്നു വന്നപ്പോൾ തന്നെ ഖേദപ്രകടനം നടത്തിയ രമേശ് നാരായണന്റെ ഔന്നത്യവും മഹനീയതയും മനസ്സിലാക്കുന്നുവെന്നും ബി ഉണ്ണികൃഷ്ണൻ പറഞ്ഞു. ആ പ്രവൃത്തി ആസിഫിനെ പോലെ ഒരു കലാകാരന് വളരെയധികം ബുദ്ധിമുട്ട് ഉണ്ടാക്കുന്ന സംഗതിയാണ്. പൊതുസമൂഹത്തിലും അദ്ദേഹത്തിന് വ്യക്തിപരമായും ഒക്കെ അത് ഏറെ ബുദ്ധിമുട്ടുള്ള സംഗതിയാണ്. അത് ഒഴിവാക്കപ്പെടണമായിരുന്നു തന്നെയാണ് ഞങ്ങളുടെ അഭിപ്രായം. അത് കുറേ കൂടി രമേശ് നാരായണനെ പോലെ ഒരു കലാകാരൻ അവിടെ പക്വത കാണിക്കണമായിരുന്നു. തന്നെയല്ല, ഒരു പുരസ്കാരം നമുക്ക് തരുമ്പോൾ ആ പുരസ്കാരത്തോടും തരുന്ന ആളോടും നമ്മൾ ഏറ്റവും അധികം വിനയാന്വിതനാകുക എന്നുള്ളതാണ് ഒരു കലാകാരന് ആവശ്യം വേണ്ട ഒരു സംഗതി. അപ്പോൾ അദ്ദേഹത്തിൻ്റെ വൈകാരികത മനസ്സിലാക്കുന്നു. ഒപ്പം ആ പ്രവൃത്തി ഒഴിവാക്കപ്പെടേണ്ടതായിരുന്നു എന്ന് തന്നെയാണ് ഞങ്ങളുടെ അഭിപ്രായം. പക്ഷേ അദ്ദേഹത്തിൻ്റെ പൊതുസമൂഹത്തോട് നടത്തിയ ക്ഷമാപണത്തിൻ്റെ മഹനീയതയും ഔചിത്യവും ഞങ്ങൾ മനസ്സിലാക്കുന്നു. കൊച്ചിയിൽ നിന്ന് ബിനിലുണ്ട് നമുക്കൊപ്പം വിവരങ്ങളുമായി. ബിനിൽ, സമൂഹ മാധ്യമങ്ങൾ നിറയെ ആസിഫ് അലിയെ ചേർത്ത് പിടിക്കുന്ന എഴുത്തുകളും ചിത്രങ്ങളുമൊക്കെയാണ്. ആ രീതിയിൽ വിമർശനം ഉയരുന്നുണ്ട് രമേശ് നാരായണനെതിരെ. ഇന്നലെ അമ്മ ഇപ്പോൾ ഫെഫ്കയും ഒക്കെ സമാനമായ രീതിയിൽ വിമർശനം ഉന്നയിച്ചുകൊണ്ട് തന്നെ രംഗത്ത് വരികയും ചെയ്യുന്നുണ്ട്. സിനിമാ ലോകം മൊത്തത്തിൽ എങ്ങനെയാണ് ഈ ഒരു വിഷയത്തോട്, ഈ ഒരു വിവാദത്തോട് പ്രതികരിക്കുന്നത്? ആസിഫ് അലിയുടെ ഭാഗത്ത് നിന്ന് എന്തെങ്കിലും പ്രതികരണമുണ്ടോ ഈ വിഷയത്തിൽ? പൊതുസമൂഹത്തിന്റെ അതേ നിലപാട് തന്നെയാണ് ഫെഫ്കയും മറ്റ് മലയാള സിനിമാ സംഘടനകളും ഈ വിഷയത്തിൽ സ്വീകരിച്ചിരിക്കുന്നത്. രമേശ് നാരായണന്റെ പ്രവൃത്തി അതിനോട് ആർക്കും തന്നെ യോജിപ്പില്ല. അതുകൊണ്ട് തന്നെയാണ് പക്വതക്കുറവ് ഇക്കാര്യത്തിൽ ഉണ്ടായിട്ടുണ്ട് എന്നൊരു വിമർശനം ഫെഫ്കയുടെ ഭാഗത്ത് നിന്ന് വന്നത്. ഇന്നലെ തന്നെ ഫെഫ്ക ഭാരവാഹികൾ ഇക്കാര്യം രമേശ് നാരായണനോട് സംസാരിച്ചിരുന്നു. അതോടൊപ്പം തന്നെ അവർ ആസിഫ് അലിക്ക് ഒരു പൂർണ്ണ പിന്തുണ ഈ വിഷയത്തിൽ പ്രഖ്യാപിക്കുകയാണ്. അതുകൊണ്ട് തന്നെയാണ് ആസിഫ് അലിയെ ചേർത്ത് പിടിക്കുന്നുവെന്ന പ്രതികരണം ബി ഉണ്ണികൃഷ്ണനിൽ നിന്നുണ്ടായിരിക്കുന്നു. അതോടൊപ്പം തന്നെ ബി ഉണ്ണികൃഷ്ണൻ ആസിഫ് അലിയുമായി നേരിട്ട് സംസാരിച്ചിരുന്നു. ഈ വിഷയം സംഘടനയുടെ തലത്തിൽ ഈ പ്രശ്നത്തിലുള്ള, അതായത് ഈ വിവാദങ്ങളിലും ഇതിൽ ആസിഫ് അലിക്ക് ഉണ്ടായിട്ടുള്ള ബുദ്ധിമുട്ടിലും ഒരു ഖേദപ്രകടനം ഫെഫ്ക സംഘടനയുടെ ഭാഗത്ത് നിന്നുണ്ടായിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ബി ഉണ്ണികൃഷ്ണൻ എടുത്തു പറഞ്ഞ മറ്റൊരു കാര്യം, ആസിഫ് അലിയോട് സംസാരിച്ചപ്പോൾ ആസിഫ് അലി ഈ വിഷയത്തെ വലിയ ഒരു പ്രശ്നമായി എടുത്തിട്ടില്ല. അദ്ദേഹത്തിന്റെ ഒരു വലിയ മനസ്സാക്കാര്യത്തിൽ ഉണ്ട് എന്ന നിലപാട് അദ്ദേഹം പറയുകയും ചെയ്തിട്ടുണ്ട്. ഇന്ന് 12 മണിയോടുകൂടി കൊച്ചിയിൽ ആസിഫ് അലി പങ്കെടുക്കുന്ന ഒരു പരിപാടിയുണ്ട്. അതിൽ ആസിഫിന്റെ പ്രതികരണം നമ്മൾ പ്രതീക്ഷിക്കുകയും ചെയ്യുന്നുണ്ട്. ഈ വിഷയത്തിൽ രമേശ് നാരായണൻ നടത്തിയിരിക്കുന്ന ഖേദപ്രകടനം, അദ്ദേഹം ഈ വിവാദം ഉയർന്നു വന്നപ്പോൾ തന്നെ ഖേദപ്രകടനത്തിന് തയ്യാറായതിനെ ഫെഫ്ക സ്വാഗതം ചെയ്യുന്നുണ്ട്. അതുകൊണ്ടാണ് അദ്ദേഹത്തിന്റെ വാക്കുകളിലുള്ള ആ ഔന്നിത്യം ആദരിക്കപ്പെടുന്നുവെന്ന് ബി ഉണ്ണികൃഷ്ണൻ പറയുകയും ചെയ്തിരിക്കുന്നത്. കാരണം ഈ വിഷയം കത്തി വന്നപ്പോൾ തന്നെ തന്റെ ഭാഗത്തു നിന്നുണ്ടായ ആ വീഴ്ച അദ്ദേഹം തിരിച്ചറിയുകയും അത് പൊതുസമൂഹത്തോട് അദ്ദേഹം ഒരു ഖേദപ്രകടനം നടത്തുകയും ചെയ്തതിനെ ഫെഫ്ക സ്വാഗതം ചെയ്യുകയാണ്.